ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾക്ക് ഹോളിഡേ ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇന്നലെ ചൈനയും ഹോങ്കോങ്ങും മാറ്റിവെച്ച മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യയും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് സെൻറ്റിമെൻറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ. സിൽവറും നാച്ചുറൽ ഗ്യാസാണ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $3,341 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ റുപ്പിയുടെ ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ $US അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ഇന്ന് ഇന്ത്യൻ റുപ്പി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 85.10 ഇന്നും ബെറ്റർ ആയിട്ടുള്ളൊരു സെൻറ്റിമെൻ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 135.98 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1745.72 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും എമർജിംഗ് മാർക്കറ്റുകളിൽ ബുള്ളിഷാണ്. JP മോർഗൻ അടക്കമുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് ടോപ്പ് പിക്ക് ഇന്ത്യ എന്നാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റെ സംബന്ധിച്ചത് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഇനി നമ്മൾ എക്കണോമിക് റിലേറ്റഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വേദാന്ത എഡ്യൂക്കേഷൻ സെക്ടറിലേക്കും കൂടി കിടക്കുകയാണ്. വേദാന്തനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. RBI 3-4 ദിവസത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്ലാൻ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഫിക്സഡ് അല്ല, ടേം ഡെപ്പോസിറ്റ്സ് പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പോൾ 7 ദിവസം വരെയുള്ള ടേം ഡെപ്പോസിറ്റുകളൊക്കെ ഉണ്ട്. മെയ് മാസത്തിൽ ഡെപ്പോസിറ്റ് ഗ്രോത്ത് 10% ഉള്ളൂ. കഴിഞ്ഞ മെയ്യിൽ അത് 13% അപ്പോൾ ഡെപ്പോസിറ്റ് ഗ്രോത്ത് RBIനെ വറി ചെയ്യിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ലാർജ് ബാങ്കുകളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്ന കാര്യമല്ല, മറിച്ച് ചെറിയ ബാങ്കുകളെ സംബന്ധിച്ച് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവുകളൊക്കെ RBIയുടെ ഭാഗത്ത് നിന്ന് വന്നേക്കാം. ഡിസ്കഷൻ പേപ്പറാണ്, 1 മാസം കഴിഞ്ഞിട്ടാണ് ഡിസിഷൻ വരാൻ പോകുന്നുള്ളൂ. ഇതുവരെ നമ്മൾ പുറത്ത് വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇന്നലെ പുറത്ത് വന്നിട്ടുള്ള റിസൾട്ടുകളിൽ ബെറ്റർ റിസൾട്ട് പോസ്റ്റ് വെച്ചിട്ടുള്ളത് KEC ഇൻ്റർനാഷണലിലെ ഓഫീസ്, അതുപോലെ തന്നെ ഒലക്ട്ര ഗ്രീൻ ടെക്, ബെയർ ക്രോപ്പ്, ജില്ലറ്റ്, ഹൈടെക് പൈപ്സ്, ഈ കമ്പനികളൊക്കെയാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് Q4 റിസൾട്ടും ആനുവൽ റിസൾട്ടുകളൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ ഈ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റൊക്കെ എന്നൊരു പക്ഷേ ഈ സ്റ്റോക്കുകളിൽ കണ്ടേക്കാം. ഒപ്പം സാഗിലിറ്റി ഇന്ത്യ 15.02% സെല്ല് ചെയ്യാണ് പ്രൊമോട്ടർ. അവരുടെ പ്രൊമോട്ടർ സ്റ്റേക്ക് 67.4% കുറയ്ക്കാണ്. അതിൻ്റെ ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് $38 പെർ ഷെയറാണ്. തീർച്ചയായിട്ടും ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ആണ് ഇനീഷ്യലി. സാഗിലിറ്റി ഇന്ത്യയുടെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് ഫ്ലോർ പ്രൈസ് 38, പക്ഷേ ലോങ് റണ്ണിൽ ഈ കമ്പനി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ IPO വരുന്ന NSDLൻ്റെ സ്റ്റോക്ക് പ്രൈസും ഇന്നലെ മുന്നേറിയിട്ടുണ്ട്. 1150-1200 ലെവലിലാണ് ഇന്നലെ NSDL ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ 2 IPOസും ധാരാളം പബ്ലിക്കിനെ അട്രാക്ട് ചെയ്യുന്ന IPOs ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പ്രൈസിലും ഒരു അപ്രീസിയേഷൻ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ള 2 IPOs ഏജീസ് വോപാക് ടെർമിനൽസ് 0.26 ടൈംസ് ഫസ്റ്റ് ഡേ ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ഷ്ലോസ് ബാംഗ്ലൂർ 0.06 ടൈംസേ ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന പ്രോസ്റ്റാം ഇൻഫോ സിസ്റ്റംസ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു IPO ആണ്. പ്രോസ്റ്റാം ഇൻഫോ സിസ്റ്റംസ് 105 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്, 5 രൂപയാണ് ഫേസ് വാല്യൂ. ഈ സ്റ്റോക്ക് ഈ കമ്പനിയുടെ IPO നല്ലൊരു IPO ആണ്. IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന ഒരു IPO ആണ്. ഇതാണ് IPO റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മൾ Q4 ആനുവൽ റിസൾട്ടുകളൊക്കെ അസസ് ചെയ്തിട്ടുള്ള ഒരു അസസ്മെൻറ്റ് നടക്കാൻ പോകുന്ന അടുത്ത ആഴ്ചയിലാണ്. ഈ ആഴ്ച എല്ലാ Q4 ആനുവൽ റിസൾട്ടുകളും 99% അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. അപ്പം നെക്സ്റ്റ് വീക്കിലാണ് നമുക്ക് ഓവറോൾ ഒരു അസസ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. ട്രംപ് ഇന്നലെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇന്ന് എന്താണ് പറയുന്നുള്ള കാര്യത്തിനനുസരിച്ചാണ് അമേരിക്കൻ മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷനൊക്കെ മറ്റ് ചില മാർക്കറ്റുകളിൽ ഉണ്ടായേക്കാം. പക്ഷേ ഇന്ത്യനെ
ഇന്ത്യനെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് പൊസിഷനിലാണ് നമ്മൾ ഫോർത്ത് ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ IPO മാർക്കറ്റും വീണ്ടും ചൂട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് പൊതുവേ പോസിറ്റീവ് തന്നെയാണ്. നമ്മുടെ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഓവറോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഇമ്പോർട്ട് ഡ്രിവൺ എക്കണോമിയും കൂടിയാണ്. ക്രൂഡ് ഓയിലും ഗോൾഡൊക്കെ ധാരാളം ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ റുപ്പി പ്രൈസ് അപ്രീസിയേഷൻ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് വീണ്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് സെക്കൻഡ് ഇയർ ആണ് നല്ല മൺസൂൺ ലഭിക്കുന്നത്. ഒപ്പം ഈ വർഷത്തെ ബഡ്ജറ്റിൽ ടാക്സ് എക്സംഷൻ വകയായിട്ട് നമ്മുടെ ജനങ്ങളുടെ കയ്യിൽ 1 ലക്ഷം കോടി രൂപ വന്നു ചേരുകയാണ്. അപ്പോൾ ഓവറോൾ എല്ലാ ഫാക്ടേഴ്സും ഇന്ത്യൻ മാർക്കറ്റിന് ഫേവറബിൾ ആണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ട്രംപിൻ്റെ വലിയ രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകൾ, ഹാംഫുള്ളായിട്ട് അനൗൺസ്മെൻറ്റുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നെഗറ്റീവ് റിയാക്ഷനൊക്കെ കണ്ടേക്കാം. പക്ഷേ നമ്മൾ ആരും തന്നെ ഒരു ക്രാഷ് ഒന്നും തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് മാർക്കറ്റ് മുന്നേറാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.